ഇപ്പോൾ കുറഞ്ഞോളൂ. എനർജി ലെവൽ ഇപ്പോൾ തൊണ്ട പോയല്ലോ. എനർജി ലെവൽ കുറച്ച് സാർ ഈ പ്രാവശ്യവും പോകുന്നുണ്ടോ? അയ്യോ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആർക്കും പറയാൻ പറ്റത്തില്ല. അത് അവരാണ് തീരുമാനിക്കുന്നത്. അത് ആര് വരണം ആര് വരണ്ട, വേണമോ വേണ്ടയോ. ഇപ്പോൾ വേണമെങ്കിൽ വൈൽഡ് കാർഡാക്കി വന്നൂടെ. അവർക്ക് എൻ്റെ മോൾഷൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവർക്ക് ആരെ വേണോ കയറ്റിവിടാൻ പറ്റും. അത് വൈൽഡ് കാർഡാക്കി കയറ്റിവിടാം, 2 ആഴ്ച നിർത്താൻ വേണ്ടി കയറ്റിവിടാം, ചലഞ്ചറായിട്ട് കയറ്റിവിടാം. അതൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് കയറ്റിവിടാം. ഒറ്റ കാര്യമുള്ളൂ, ഈ പ്രോഗ്രാം വിജയിക്കണം എന്നുള്ളതേ അവർക്കുള്ളൂ. അത് വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. രതീഷ് വിന്നറാവാൻ എന്തൊരു സാധ്യത? ഇല്ല, രതീഷ് വിന്നറാവാൻ സാധ്യത അത് നമുക്ക് പറയാറായില്ല. ഒരു ഫസ്റ്റ് വീക്ക് പോലും കഴിഞ്ഞില്ലല്ലോ. പക്ഷേ ഒരാഴ്ച ഇളക്കി മറച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ നോക്കിയാൽ രതീഷ്, പിന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ റോക്കി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. അവർ ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ബാക്കി മിക്കവരും ഗ്രൂപ്പാണ്. അതാണ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത്. ജാസ്മിൻ ജാഫറിനൊക്കെ എങ്ങനെയുണ്ട്? അതിന് അടുത്ത സ്റ്റെപ്പ്, നേരത്തെ രതീഷിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മിക്കവാറും കെട്ടിപ്പിടുത്തമായിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് ഉമ്മാപ്പായിരിക്കും. ഒരു പ്രണയം വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ സാറേ? എവിടെ ഒന്നാമത്തെ സീസണിലെ ഡിവൈൻ പ്രണയം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതല്ല. 2 ദിവസം അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പ്രണയിക്കാൻ മുട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജനങ്ങൾ വിഡ്ഢികളാണ്. അല്ലെങ്കിൽ നമ്മുടെ റോക്കി പറഞ്ഞ എനിക്ക് പുറത്ത് നിന്നേ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഉള്ളതിൽ റോക്കി പറഞ്ഞാൽ റോക്കി മാട് പോലെ പണി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് റോക്കി ഒരു പക്ഷേ കോടീശ്വരനായിട്ടുള്ള, അല്ലെങ്കിൽ 7000 സ്ക്വയർ ഫീറ്റ് വീണ്ടും വെച്ച് അത് മാട് പണി ചെയ്തിട്ടാണ്. അല്ലാതെ അതിനകത്ത് അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ